മുഴുവൻ പഞ്ചായത്തുകളിലും സ്വന്തമായി കളിക്കളമുള്ള സംസ്ഥാനമായി ഈ വർഷം കേരളം മാറുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. GS ജയലാൽ MLAയുടെ കളിക്കളം ചാത്തന്നൂർ പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം പദ്ധതിയിൽ നിർമ്മിച്ച ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 1 കോടി രൂപ ചെലവിട്ട് ചിറക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് സ്റ്റേഡിയം നിർമ്മിച്ചത്. മുഴുവൻ പഞ്ചായത്തുകളിലും സ്വന്തമായി കളിക്കളമുള്ള സംസ്ഥാനമായി ഈ വർഷം കേരളം മാറുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. GS ജയലാൽ MLAയുടെ കളിക്കളം ചാത്തന്നൂർ പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം പദ്ധതിയിൽ 1 കോടി രൂപ വിനിയോഗിച്ച് ചിറക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിർമ്മിച്ച ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കായിക പ്രവർത്തനങ്ങളിൽ അടിസ്ഥാനപരമായ മാറ്റം വേണമെന്ന നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളം എന്ന പദ്ധതി സർക്കാർ തയ്യാറാക്കിയത്. ഇതിനായി നടത്തിയ പരിശോധനയിൽ 465 പഞ്ചായത്തുകളിൽ സ്വന്തമായി കളിക്കളമില്ലെന്ന് കണ്ടെത്തി. MLAമാരുടെ സഹായത്തോടെ 146 പഞ്ചായത്തുകളിൽ കൂടി നിർമ്മിക്കാനായി. ഇനി 300 പഞ്ചായത്തുകളിലാണ് ബാക്കിയുള്ളത്. അവിടങ്ങളിൽ കൂടി കളിക്കളങ്ങൾ ഒരുക്കുമ്പോൾ ലക്ഷ്യം യാഥാർത്ഥ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് നമ്മൾ പരിശോധിച്ചപ്പോൾ 465 പഞ്ചായത്തുകളിൽ സ്വന്തമായി കളിക്കളമില്ല. ഇന്ന് MLAമാരുടെ സഹായത്തോടു കൂടി ഏകദേശം 146ഓളം പഞ്ചായത്തുകളിൽ നമുക്ക് പുതിയ കളിക്കളങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞു. ഇനി 300 കളിക്കളങ്ങളിൽ മാത്രമാണ് സംസ്ഥാനത്ത് കളിക്കളം നിർമ്മിക്കാൻ ബാക്കിയുള്ളത്. ഈ വർഷത്തോടു കൂടി ആ 300 കളിക്കളങ്ങൾ കൂടി നിർമ്മിക്കുമ്പോൾ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിൽ സ്വന്തമായി കളിക്കളമുള്ള സംസ്ഥാനമായി നമ്മൾ മാറാൻ പോവുകയാണ്. ഇവിടെ കായിക മേഖലത്തിന് 2 ഇനങ്ങളുണ്ട്. ഒന്ന് മത്സരാധിഷ്ഠിത ഇനങ്ങൾ എന്നുള്ളത്, അതാണ് ദേശീയ ഗെയിംസിലൊക്കെ തന്നെ ഉള്ളത്. അതോടൊപ്പം നമ്മുടെ പുതിയ തലമുറയ്ക്ക് കായികക്ഷമത കൈവരിക്കുന്ന ധാരാളം ഇനങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. പാദസരം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച സ്കൂൾ വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. GS ജയലാൽ MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK ശ്രീകുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR സജില, വൈസ് പ്രസിഡന്റ് സുജയ്കുമാർ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനിത രാജീവ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ B സുദർശനൻ പിള്ള, ദേവദാസ്, സംഘാടക സമിതി കൺവീനർ V സുനിൽകുമാർ, പ്രഥമാധ്യാപിക VP ജയ, സീനിയർ അസിസ്റ്റന്റ് PS സുമേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.